ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ട്രാക്കിൽ മനുഷ്യന്റെ കാൽ കണ്ടെത്തി. എറണാകുളം ആലപ്പുഴ മെമു ട്രാക്കിൽ നിന്ന് മാറിയപ്പോഴാണ് കാൽ കണ്ടത്. പോലീസ് പരിശോധന തുടരുകയാണ്. അത് അന്താനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും റൺ ഓവറായിട്ട് ഈ ട്രെയിനിൻ്റെ ഈ പാദം കുടുങ്ങി ഇവിടെ വന്നായിരിക്കും. പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഇനി ആ രീതിയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുക. എവിടെയെങ്കിലും റൺ ഓവർ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഈ ട്രെയിൻ ഓടുന്ന റൂട്ടുകളെല്ലാം അന്വേഷണം നടത്തിയാലേ നമുക്കത് ബോധ്യമാവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ എല്ലാ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ട്രെയിൻ കാർഡ് അയച്ചും അന്വേഷണം നടത്തുമ്പോൾ ഒരു ബോധ്യമാവും എന്നാണ് പ്രതീക്ഷ. ഷൊർണൂരിൽ നിന്ന് എറണാകുളം വരെ വന്ന് എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്ത് പോയി കൊല്ലം കോട്ടയം തൃശ്ശൂർ പിന്നെ ഷൊർണൂർ നിലമ്പൂർ അങ്ങനെ കറങ്ങി വരുന്ന ഒരു ട്രെയിനാണിത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇവിടെ തന്നെ സംഭവിച്ച അപകടമായിരിക്കില്ല, ട്രെയിനിൽ കുടുങ്ങിയോ മറ്റോ ഇവിടെ വന്ന് വീണതായിരിക്കാം അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ കരുതുന്നത്. കാരണം ഈ രാവിലെ 9 മണിയോടുകൂടിയാണ് മെമു ട്രെയിനിന്റെ ബോഗി എടുത്തു മാറ്റുന്നതിനിടയിൽ ഈ ഇത്തരത്തിലൊരു ഇടത് കാലിന്റെ ഭാഗമായി വലത് കാലിന്റെ ഭാഗം കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ ആ മൃതദേഹ അവശിഷ്ടത്തിന് പഴക്കമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇത് ഷൊർണൂർ വരെയും കൊല്ലം വരെയും പോകുന്ന ട്രെയിനാണ്. പല സമയങ്ങളിലായി പലയിടങ്ങളിലായി പോകുന്ന ട്രെയിനാണ്. അത്തരത്തിൽ എന്തെങ്കിലും മറ്റെവിടെയെങ്കിലും ഇങ്ങനെ ഒരു അപകടമോ അല്ലെങ്കിൽ മറ്റ് ആത്മഹത്യാ ശ്രമങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി ട്രെയിനിൽ ഇരുന്നതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം പഴക്കം ചെയ്യുന്ന കാലിന്റെ അവശിഷ്ടമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് നടപടി പോലീസ് സംഘം റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ഭാഗത്ത് തന്നെയാണ് ഇത് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പിന്നീട് മറ്റ് പരിശോധനകളൊക്കെ നടത്തിയതിനു ശേഷം സൗത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ ഇതിപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.